ഗായ്സ്, മേമിയും ചന്തുവും ദേവും ഒക്കെ വന്ന ടൈം നമ്മൾ ഫുഡ് കഴിക്കേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ ആണല്ലോ കഴിക്കൽ. അപ്പോൾ ഇന്ന് നമുക്ക് വെറൈറ്റിക്ക് ഒരു നാടൻ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നടാലിൽ തന്നെയുള്ള വീട്ടിലെ ഊണിലേക്കാണ് പോയിട്ടുണ്ടായത്. കണ്ണൂരിൽ നിന്ന് തലശ്ശേരി പോകുമ്പം നടാൽ ബൈപ്പാസിൽ സൂര്യ റെസിഡൻസി എത്തുന്നതിന് മുന്നേ ആണ് ഇതിൻ്റെ സ്പോട്ട് വരുന്നത്. അപ്പോൾ ഇത് അച്ഛനും ഷോപ്പിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഇരുന്ന് നമ്മളെ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് എല്ലാവരും നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവരൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് നമുക്കിത് ഇല കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പം തന്നെ അവർ നല്ല ചൂട് ചോറ് വന്ന് വിളമ്പിയിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു. അവർ എത്ര വേണ്ടേച്ചാൽ തരുന്നുണ്ട്. ഞാൻ എനിക്ക് ആവശ്യമുള്ളത് വാങ്ങി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ സൈഡ് ഐറ്റംസ് ഒക്കെ വന്നു. കേബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ ഒരു നാരങ്ങ അച്ചാർ ഉണ്ടായിരുന്നു. നാരങ്ങ കറിയാണോ അച്ചാറാണോ എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. കുറച്ചധികമായി ഈ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് നീണ്ടു പോയതായിരുന്നു. പിന്നെ ഒരു നല്ല പച്ചടി ഉണ്ടായിരുന്നു. പപ്പടം തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു മത്തങ്ങയും മമ്പയറും ഇട്ട് വെച്ചിട്ടുള്ള ഒരു കൂട്ടുകറി ഉണ്ടായിരുന്നു. പിന്നെ 2 ടൈപ്പ് ഒഴിച്ചുകറിയാണ് ഉണ്ടായത്. ഒന്ന് മീൻകറിയായിരുന്നു, പിന്നെ മറ്റേത് സാമ്പാറായിരുന്നു. അപ്പം നമ്മൾ മെയിനായിട്ട് ഉച്ചയൂണ് കഴിക്കാൻ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൊരിച്ച മീൻ കിട്ടുമല്ലോ, പല വെറൈറ്റി ആയിട്ടുള്ളത്. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. അപ്പോൾ അത് വരുന്നതിന് മുന്നേ ഞാൻ സൈഡായിട്ടുള്ള കറികളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയും കാലം എന്താ ഇവിടെ വരാൻ ലേറ്റായി പോയെന്നാണ് എനിക്ക് പറയാത്തത്. അത് കഴിഞ്ഞപ്പോൾ നല്ല ചൂടോടെ മീനൊക്കെ കൊണ്ടുവന്നു. അപ്പം നമ്മൾ പോയ ദിവസം മീൻ ഉണ്ടായത് മാന്ത ഉണ്ടായിരുന്നു. വലിയ മാന്തയായിരുന്നു. അപ്പം ഞാനൊരു വലിയ മാന്തയാണ് വാങ്ങിയിട്ടുണ്ടായത്. പിന്നെ കേതലുണ്ടായിരുന്നു, തണ്ട ഉണ്ടായിരുന്നു, പിന്നെ അയിലയും മീൻമുട്ടയാണ് ഉണ്ടായത്. മീൻമുട്ട ലാസ്റ്റ് ഒറ്റ പ്ലേറ്റേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഞാൻ മാന്ത വാങ്ങിയ കൂട്ടത്തിൽ അമ്മയും ദേവും ഓരോ കേതലും മേമ ഒരു തണ്ടയാണ് വാങ്ങിയിട്ടുണ്ടായത്. തണ്ട ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ എനിക്ക് കറക്റ്റ് ഇപ്പം അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഓർമ്മയില്ല. പക്ഷെ മാന്ത കണ്ടപ്പോൾ എനിക്ക് വേറെ ഒന്നും വാങ്ങാൻ തോന്നിയില്ല. വലിയ മാന്തയായിരുന്നു. അപ്പോൾ അവർ അച്ഛനും നവിയും ചന്തു ഒരുമിച്ച് ഇരുന്നിട്ടുണ്ടായത്. അവരൊരു മീൻമുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പകുതി അവരെടുത്തിട്ട് ബാക്കി പകുതി നമുക്ക് തരിക ചെയ്തത്. മീൻമുട്ട നല്ല എരിവുണ്ടായിരുന്നു. കാന്താരി മുളകിൻ്റെ ഒക്കെ എരിവാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് സാമ്പാറും നമ്മുടെ മീൻ പൊരിച്ചതും പിന്നെ പച്ചടിയും ഉപ്പേരിയും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചോറ് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോറും കറികളൊക്കെ നല്ല രുചിയുണ്ടായിരുന്നു. അതേപോലെ മീനും നല്ല ഫ്രഷ് മീനായിരുന്നു. ഫ്രഷ് മീനാണെങ്കിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ അറിയാൻ പറ്റും. എനിക്ക് മാത്രമല്ല, കൂടെ വന്ന എല്ലാവർക്കും ഫുഡ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ സൈഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ അവർ രണ്ടാമതും തരുന്നുണ്ട്. ഇങ്ങനെ വേണോ ചോദിച്ച് വരുന്നുണ്ടായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യവും. നമ്മളൊരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പോയിട്ടുണ്ടായത്. ആ ടൈമും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഫുഡ് കഴിക്കേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അപ്പം ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്നവർ നല്ല ഉച്ചയൂണ് പൊരിച്ച മീനൊക്കെ കൂട്ടി കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.